എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വീട്ടിലെത്തിയതും അവരെ കണ്ട് ആര്യ സന്തോഷത്തോടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ കരുതി നിങ്ങൾ യാത്ര പോയെന്ന്. ഒരു ദിവസം കൊണ്ട് ഞാൻ ബോറടിച്ച് ചത്തു. ചേച്ചി ഇനി ഇങ്ങോട്ടും പോകണ്ട കേട്ടോ, ആര്യ അവളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊള്ള, നീ ഇവിടെ ഒറ്റക്കാന്ന് എഴുതി അവർക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ഇന്നോ നാളെയോ അവരും പോകും. നിനക്ക് ഞങ്ങളില്ലേ? ഇല്ല സാർ, തൽക്കാലം ഞങ്ങൾ പോകാൻ തീരുമാനിച്ചില്ല. എനിക്ക് കുറച്ച് വർക്കുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള പോക്ക്. അതാ ഞങ്ങളുടെ പ്ലാന്. നീ കുറച്ച് ദിവസത്തേക്ക് ലീവല്ലേ? പിന്നെന്താ? ലീവ് തന്നെയാ, വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും കുറച്ച് കഴിയട്ടെ. മോൾക്ക് അത് സമ്മതമാണോ? എനിക്ക് സമ്മതിക്കണമെന്നില്ല അച്ഛാ, ഏട്ടൻ പറയുന്നത് തന്നെയാ എന്റെയും തീരുമാനം. ആൾ പറഞ്ഞു. അച്ഛൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ആര്യ ലച്ചുവിനെയും കൂടി റൂമിലേക്ക് പോയി. വിവാഹത്തിന് അവൾ ഫോണിൽ പകർത്തിയ ഫോട്ടോസും വീഡിയോസൊക്കെ ലച്ചുവിന് കാണിച്ചു കൊടുത്തു. അതൊക്കെ കണ്ട് ബോറടിച്ച് രണ്ടും കൂടി അമ്മയെ ഹെൽപ്പ് ചെയ്തു. ലച്ചു റൂമിലേക്ക് വന്നതും ആനന്ദ് എവിടേക്കോ പോകാൻ റെഡിയാവുകയായിരുന്നു. അവളെ കണ്ടതും അവൻ അടുത്തേക്ക് വന്നു. താങ്ക്സ്. എന്തിന്? എന്നെപ്പോലെ എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഇതുപോലെ സ്നേഹിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്. അത്രയേ ഉള്ളൂ. സ്വീകരിച്ച് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാട്ടോ. അവൻ അവളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു തലയാട്ടി. അവൻ പോകുന്ന കണ്ടതും അവൾ ആര്യയുടെ കൂടെ അവളുമായി സമയം ചെലവഴിച്ചു. പ്രണയവും സന്തോഷവും ഇണക്കവും പിണക്കവും ഒക്കെയായി അവരുടെ ലൈഫ് മുന്നോട്ട് നീങ്ങി. ആദ്യം കാവ്യം ട്രിപ്പൊക്കെ പോയി തിരിച്ചു വന്നതും വൈകാത്തന്നെ ആനന്ദിൽ വെച്ച് അവരുടേതായ നിമിഷങ്ങൾക്ക് വേണ്ടി അവരും പോയി. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. ആര്യ ഇപ്പോൾ ഹാപ്പിയാണ്. ദിവസങ്ങൾ കടന്നുപോയി. ആനന്ദ് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയതും ഗേറ്റ് വരെ ചെന്നു. ലച്ചു അവനെ പറഞ്ഞയച്ച് തിരിഞ്ഞതും ആദ്യം ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതും കാവ്യ അവന്റെ കൂടെ വന്നു. അത് കണ്ട് ലച്ചുവും ചിരിച്ചുകൊണ്ട് കൈ കാണിച്ചു. ആദിയുടെ വണ്ടി ഗേറ്റ് കഴിഞ്ഞു പോയതും കാവ്യ ലച്ചുവിന്റെ കൂടെ അകത്തേക്ക് പോയി. ആര്യയും കാവ്യയും ലച്ചുവും പ്രിയ ഇപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നുണ്ട്. വീട്ടിലിരുന്ന് വെറുതെ മടി പിടിക്കേണ്ട നമ്മ പറഞ്ഞുകൊണ്ട് 4 പേരും അങ്ങനെ തീരുമാനം എടുത്തു. വണ്ടി ഓടിക്കണമെന്ന ഭാര്യമാരുടെയും പെങ്ങളുടെയും ആഗ്രഹം കാരണം ആദ്യം ആനന്ദും കൂടി 2 സ്കൂട്ടി എടുത്തു. അതിലാണ് ഇപ്പോൾ 4 സംഘത്തിന്റെ പോക്കും വരവും. ആദ്യം ആനന്ദും പോയതും 3 റെഡിയായി ഇറങ്ങിയതും പ്രിയയും എത്തിയതും ആരും നേരെ ക്ലാസ്സിന് പോയി. ക്ലാസ്സിലെത്തിയതും പ്രതീക്ഷിക്കാതെ ആൻസിയുടെ കോളിൽ ലച്ചുവിനെ തേടിയെത്തിയതും അവൾ ഒരു ചിരിയോടെ ഫോൺ എടുത്തു. അപ്പുറത്തുനിന്ന് ആൻസിയുടെ തേങ്ങൽ കേട്ടതും ലച്ചു ഒന്ന് പരിഭ്രമിച്ചു. എന്തു പറ്റി ചേച്ചി? എന്തിനാ കരയുന്നേ? എടോ എന്റെ അമ്മ. അതും പറഞ്ഞ് ആൻസി പൊട്ടിക്കരഞ്ഞു. ലച്ചു ഒന്നും മനസ്സിലാവാൻ നിന്നു. അമ്മയ്ക്ക് എന്തു പറ്റി ചേച്ചി? എന്താ ലച്ചു, എന്തു പറ്റി? ലച്ചുവിന്റെ ശബ്ദം കേട്ട് പ്രിയയും ആര്യയും കാവ്യയോട് അടുത്തേക്ക് എത്തി. നിനക്ക് സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് വരാമോ? എന്റെ മമ്മയോട് സീരിയസ് ആയിട്ട് ഐസിയില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആൻസി പറഞ്ഞു. ലച്ചു വിശ്വസിക്കാനാവാൻ ഞെട്ടി. ചേച്ചി ടെൻഷൻ ആവണ്ട, ഞാനിപ്പോ വരാം. അതും പറഞ്ഞ് ലച്ചു ഫോൺ വെച്ചു. എന്തു പറ്റി ചേച്ചി? ആൻസി ചേച്ചിയുടെ മമ്മയുടെ സിറ്റി ഹോസ്പിറ്റലാണ്, സീരിയസ് ആണെന്ന്. ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് വരാം. ഒറ്റക്കോ? ഞങ്ങൾ വരാം. ആദ്യമുണ്ടാവും അവിടെ. എല്ലാവരും കൂടി ചെന്നാലും ചേച്ചിക്ക് ചിലപ്പോൾ ടെൻഷൻ കൂടും. ഞാൻ പോവാം, നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ പോയിക്കോ, ഏട്ടനോട് ഞാൻ പറഞ്ഞേക്കാം. ലച്ചു അതും പറഞ്ഞ് വണ്ടിയുടെ ചാവി എടുത്ത് ഇറങ്ങി. പോകുന്ന വഴിക്ക് ആനന്ദിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ എത്താമെന്ന് പറഞ്ഞു. ലച്ചു ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവൾ ചെല്ലുമ്പോൾ ആൻസി കരഞ്ഞു കിടന്ന് ഐസിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു. ചേച്ചി! ലച്ചുവിന്റെ വിളി കേട്ടതും ആൻസി അവളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എന്റെ മമ്മ! ആൻസി സഹിക്കാനാവാതെ കരഞ്ഞതും അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. ടെൻഷൻ ആവേണ്ട ചേച്ചി, ഒന്നും ഉണ്ടാവില്ല. ലച്ചു ആൻസിയെ സമാധാനിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. പെട്ടെന്ന് ഐസിയുടെ തുറന്ന് ആദ്യം പുറത്തേക്ക് വന്നു. ആൻസി ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. മമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആൻസി ടെൻഷൻ ആവണ്ട, അവിടെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. അവളെ ആശ്വസിപ്പിക്കാനെന്ന പോലെ അവൻ പറഞ്ഞു. ലച്ചുവിനെ കണ്ട് അവൻ അടുത്തേക്ക് വിളിച്ചു. എന്താ ആദ്യേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാൻ പറ്റുന്ന കണ്ടീഷനല്ല. 48 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. ബ്ലഡ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആരെങ്കിലും വിളിച്ചാൽ ഒന്ന് പറയണം. ഏട്ടനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. വരുമെന്ന് വന്ന് കാണാൻ പറയും. അത് പറഞ്ഞ് ആദ്യം അകത്തേക്ക് തന്നെ പോയി. ലച്ചു ആൻസിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പ്രിയയും കാവ്യ ആരെയും ക്ലാസ്സിലിരിക്കാനാവാതെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ആനന്ദ് വന്നു. ആദ്യം കണ്ട് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കി. ടെൻഷൻ ആവേണ്ടെന്ന് പറയും, ഞാൻ നോക്കിക്കോളാം. ആനന്ദ് അതും പറഞ്ഞ് പുറത്തേക്ക് പോയതും ലച്ചു വന്ന് കണ്ട് ആൻസിയുടെ അടുത്ത് വന്നിരുന്നു. വേറെ ആരും ചേച്ചി? ബന്ധുക്കൾ ആരെങ്കിലും? ലച്ചു ചോദിച്ചും അവളില്ലെന്ന പോലെ തലയാട്ടി. എന്തു പറ്റിയതാ? ആൻറ്റി ചേച്ചിയുടെ കൂടെ ആയിരുന്നോ? അതിനവൾ അതേന്ന മട്ടിൽ തലയാട്ടി. ആൻസിയുടെ അവസ്ഥ മനസ്സിലാക്കി ലച്ചുവിനൊന്നും ചോദിച്ചില്ല. കൂട്ടിന് ആരുമില്ലാത്തതുകൊണ്ട് ലച്ചു തന്നെ ആൻസിക്കൊപ്പം നിന്നു. പിറ്റേന്ന് ചെറിയ രീതിയിൽ അമ്മ മെഡിസിനുമായി പ്രതികരിക്കുന്നുണ്ടെന്ന് കേട്ടതും ആൻസിക്ക് ആശ്വസിക്കാനായി ധാരാളമായിരുന്നു. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല, അപകടനില തരണം ചെയ്തു. കുറച്ച് ദിവസം ഐസിയുവിൽ തുടരേണ്ടി വരും. അത് കഴിഞ്ഞ് കണ്ടീഷൻ നോക്കിയിട്ട് റൂമിലേക്ക് മാറ്റാം. എനിക്ക് മമ്മയൊന്ന് കാണാൻ പറ്റുമോ? ഒരുപാട് ടൈം എടുക്കരുത്, ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ കൂടുതൽ സ്ട്രെസ് കൊടുക്കരുത്. ആദ്യം പറഞ്ഞു. ആൻസി അതിന് തലയാട്ടിക്കൊണ്ട് മമ്മയെ കയറി കണ്ടു. ഇന്നലെ മുതൽ നീ ഇവിടെ നിൽക്കുമല്ലേ, വീട്ടിലേക്ക് ചെല്ല്. അമ്മയും അച്ഛനും അവിടെ നിന്ന് നോക്കിയിരിക്കുന്നുണ്ട്. ചേച്ചി ഒറ്റക്കല്ലേ ഏട്ടാവുള്ളൂ, ഞാൻ പോയാ? ഞാനുണ്ടല്ലോ, നീ പോയി എന്തെങ്കിലും കഴിച്ച് ഫ്രഷ് ആയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വാ. ചെല്ല്. ആ നിർബന്ധിച്ച് അവൾ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയതും അച്ഛൻ്റെയും അമ്മയുടെയും ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുത്ത് അവൾ ഫ്രഷ് ആകാൻ പോയി. ഉറക്കമൊഴിച്ചുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൾക്ക്. ഒന്ന് കിടന്നു, അപ്പോഴേ മയങ്ങിപ്പോയി. വൈകുന്നേരം ആര്യ വിളിച്ചപ്പോഴാണ് ലച്ചു ഉണർന്ന്. സമയം നോക്കി അവൾ എഴുന്നേറ്റു.
എന്തു ഉറക്കാ ചേച്ചി ഇത്? ഞാൻ എത്രോട്ട് വന്ന് വിളിച്ചു എന്നോ? എന്തു പറ്റി? ഏട്ടൻ വിളിച്ചോ? വന്നിരുന്നോ? ഏട്ടനൊന്നും വിളിച്ചില്ല. അമ്മയും കാവ്യ അച്ഛനും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളൂ. എന്താ എന്നിട്ട് എന്നെ വിളിക്കാന്നേ? ചേച്ചിയോട് പറയാൻ വന്നപ്പോൾ നല്ല ഉറക്കായിരുന്നു. വിളിച്ചിട്ട് പോലും എഴുന്നേറ്റില്ല. കാവ്യക്ക് ചെറിയൊരു വയ്യായിക പോലെ. ഹോസ്പിറ്റലിൽ പോയതാ അങ്ങനെ. അയ്യോ അതെന്തു പറ്റി? ലച്ചു അതും പറഞ്ഞ് ചാടി എണീറ്റു. അത് ഏട്ടൻ്റെ പണിയാ. കാവ്യ പ്രഗ്നന്റാ. ആര്യ പറഞ്ഞു. ലച്ചു അത് കേട്ട് സന്തോഷത്തോടെ അവളുടെ റൂമിലേക്ക് ചെന്നു. ആദ്യം അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. കൺഗ്രാറ്റ്സ്. ആദ്യയും കാവ്യയും നോക്കി പറഞ്ഞു. അവർ തന്നെ ചിരിച്ചു. അപ്പോഴേക്കും സുമതി സന്തോഷത്തോടെ റൂമിലേക്ക് കയറി വന്നു. കൂടെ പ്രിയ അവിടെ അച്ഛനുണ്ടായിരുന്നു. അത് കണ്ടതും അവർക്ക് സംസാരിക്കാൻ വേണ്ടി ലച്ചു അവിടെ നിന്നിറങ്ങി. അമ്മയും അച്ഛനൊക്കെ വലിയ സന്തോഷത്തിലാണ് പേരക്കുട്ടി വരാൻ പോകുന്നതിന്റെ. ലച്ചുമോളെ, നന്ദു വിളിച്ചു, നിന്നോട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. ചിരിച്ചുകൊണ്ടിരുന്ന ലച്ചുവിനെ കണ്ട അച്ഛൻ പറഞ്ഞു. മോള് റെഡി ആയിട്ട് വാ, അച്ഛനാക്കി തരാം. ആദ്യം കേട്ട് അവൾ ഒരുങ്ങി താഴേക്ക് വന്നു. കാവ്യ ഒന്നുകൂടി കണ്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിൽ എത്തിയതും ലച്ചു അച്ഛനോട് പറഞ്ഞ് അകത്തേക്ക് നടന്നു. ആൻസി മെഡിസിൻ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. അവൾ അടുത്തേക്ക് ചെന്നു. ചേച്ചി, ലച്ചു വിളിച്ചതും ആൻസി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ആ നീ വന്നോ? മമ്മിയെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ നിന്നോട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറയാനാണ് ഞാൻ വന്നേ. അപ്പോഴാ നീ പോയി എന്ന് പറഞ്ഞ്. ആൻറ്റിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? എന്നോട് സംസാരിച്ചു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നീ വാ. അതും പറഞ്ഞ് അവളെയും കൂട്ടി ആൻസി നടന്നു. ആൻറ്റിക്ക് എന്ത് പറ്റിയതാ? ചേച്ചിയുടെ കൂടെയാണ് ഇപ്പോൾ? അതേടാ, നാട്ടിലമ്മ തനിച്ചായിരുന്നല്ലോ. അവിടെ നിന്ന് മടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നാട്ടിലെ വീടും ഞങ്ങൾ വിറ്റു. ഇവിടെ അടുത്തൊരു വീട് വാങ്ങാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്റ്റെയറിൽ നിന്ന് മമ്മ വീണ്. സത്യത്തിൽ ഞാൻ ഷോക്കായി പോയി. ഇവിടെ എത്തുന്നവരെ ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്ന് നിന്നെയാ. അങ്ങനെയാ വിളിച്ച്. മമ്മയ്ക്കിപ്പോൾ മാറ്റമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. മമ്മയുടെ ജീവൻ തിരിച്ചിട്ടില്ല, എനിക്കത് മതി. അപ്പോൾ ഇവിടുത്തെ ചിലതൊക്കെ? വീട് വാങ്ങി വെച്ചിരുന്ന പണം ഇവിടെ അടച്ചു. മമ്മയുടെ ജീവനിൽ എനിക്ക് വലുത്. ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ നിൽക്കുന്നുണ്ട്, പിന്നെ ജോബിന് നോക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ പോവായിരുന്നു. നീ വാ, ആനന്ദ് അവിടെ ഉണ്ട്. അതും പറഞ്ഞ് ലച്ചുവിനെയും കൊണ്ട് അവൾ നടന്നു. ലച്ചുവിനെ കണ്ടതും ആനന്ദ് അടുത്തേക്ക് വന്നു. ഇനി നിങ്ങൾ പോയിക്കോട്ടോ, മമ്മിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അത് വേണ്ടേ ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇന്നുകൂടി നിന്നിട്ട് ഞാൻ പോവാം. ലച്ചു പറഞ്ഞു. ആനന്ദ് അതിനെ സമ്മതറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. നീ ഇപ്പം ഹാപ്പി അല്ലേ? ഓരോന്ന് പറയുന്നതിനൊരു ആൻസി ചോദിച്ചു. ഹാപ്പി ചേച്ചി, നിന്റെ ഭാഗ്യാവൻ, കൈവിട്ട് കളയരുത് എന്തു വന്നാലും, ആൻസി പറഞ്ഞു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു. കാവ്യെ കണ്ടിരുന്നു ഞാൻ. ആള് പ്രഗ്നന്റ് ആണല്ലേ? ഇന്നറിഞ്ഞ്. നിനക്ക് വേണ്ടി ഒരു കുഞ്ഞ്, അതിന് എന്താ? ആൻസി ചോദിച്ചോ. ലച്ചു എന്ത് പറയുന്നറിയാതെ ചിരിച്ചു. ദൈവം തരുമ്പോ തരട്ടെ. അതും പറഞ്ഞ് ലച്ചു അവിടെ നിന്ന് എഴുന്നേറ്റു. അവളുടെ മനസ്സിലൊരു കുഞ്ഞ് എന്ന മോഹം മുളക്കുകയായിരുന്നു. പിറ്റേന്ന് ലച്ചു തിരിച്ച് വീട്ടിലേക്ക് പോയി. വിശേഷം പറഞ്ഞ് ലച്ചുവിന്റെ വീട്ടിൽ നിന്നും കാവ്യെ കാണാനെത്തി. ആകെ എല്ലാവർക്കും സന്തോഷമായിരുന്നു. ആദ്യമാണെങ്കിൽ കാവ്യെ നിലത്തൊന്നും വല്ലെന്ന പോലെ കൊണ്ടുനടക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി എന്നാ ഇതുപോലെ ഒന്ന് സന്തോഷിക്കാൻ പറ്റുക എന്ന് അച്ഛൻ ചോദിച്ചു. രാധിക അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് സന്തോഷം വേണ്ടേ? നിന്റെ സന്തോഷം തന്നെ അമ്മയുടെയും. ഇനി രണ്ടുപേരും കൂടി ഇപ്പോഴൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല അമ്മേ, ദൈവം തരുമ്പോ തരട്ടെ, അത്രയേ ഉള്ളൂ ഞങ്ങൾക്കും. അതും പറഞ്ഞ് അവൾ പുഞ്ചിരിച്ചു. രാധികയും ഗിരിയും ഒക്കെ പോയതും ലച്ചു ആനന്ദിന്റെ അടുത്തേക്ക് ചെന്നു. എല്ലാരും ചോദിക്കണു. എന്ത് ചോദിച്ചു എന്ന്? അല്ല, കാവ്യയെ പോലെ. കാവ്യക്കെന്ത് പറ്റി? നേരത്തെ ഞാൻ കണ്ടാണല്ലോ. അതല്ലെന്നേ. പിന്നെ എന്നാന്നേ? അതും ചോദിച്ച് അവനവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ തോളിൽ തലവെച്ച് നിന്നു. അത് പിന്നെ നമുക്കൊരു കുഞ്ഞ് വേണ്ടേന്ന് ലച്ചു ചോദിച്ചതും അവൻ അവളെ പിടിച്ച് അവനെ നേർക്ക് നിർത്തി. നിനക്ക് ആഗ്രഹമുണ്ടോ? അത് പിന്നെ ഏട്ടാ, ഞാനെന്താ പറയാ? പിന്നെ നിന്റെ കാര്യം നീയല്ലേ പറയണ്ടത്. നമ്മളിപ്പോ ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവ പെട്ടെന്നൊരു കുഞ്ഞൂടി വേണം നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്? അതൊക്കെ ഒരു ഭാഗ്യമായിട്ടാ. ദൈവം തരുമ്പോൾ നമ്മളത് വാങ്ങണം. ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്നാ നിന്റെ അച്ഛനോട് പറയും. ആനന്ദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു അത് കേട്ട് അവനെ തുറച്ചു നോക്കി. അച്ഛൻ്റെ മോള് തന്നെയാണ് ഞാൻ. നമ്മുടെ കുഞ്ഞിനെ കാണണമെന്നാ അവരുടെ ആഗ്രഹം. അപ്പൊ നിനക്ക് ആഗ്രഹം ഇല്ലെന്ന് അല്ലേ? പോയേട്ടാ, എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ പറയൂ. അപ്പൊ ആഗ്രഹമുണ്ടോ? എനിക്കൊരമ്മയാവണം ലച്ചു പറഞ്ഞു. ആനന്ദ് സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ശ്രമിച്ചു കളയാന്നേ. വെറുതെ എന്തിനാ സമയം കളയുന്നേ? അയ്യേ, ആളില്ലാത്ത മനുഷ്യൻ. അതും പറഞ്ഞ് ലച്ചു അവനെയും തള്ളി മാറ്റി താഴേക്ക് ഓടി. ആദ്യേട്ടാ, ഓറഞ്ച്. ദാ, എനിക്ക് ആപ്പിൾ മതി. നീയല്ലേ ഓറഞ്ച് ചോദിച്ചു? അത് കുറച്ച് മുമ്പല്ലേ. ഇപ്പൊ എനിക്ക് ആപ്പിൾ മതി. നീ എന്നെ നല്ലോണം ഇട്ട് പണിയെടുപ്പിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഞാനോ? എന്നാലും ഏട്ടൻ തന്നെ ഇത് പറയണം. എന്നെ ഈ അവസ്ഥയിലാക്കിയതും പോരാ. എന്നിട്ട് അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എനിക്ക് സന്തോഷം തന്നെയാ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. അപ്പൊ എനിക്ക് വേണ്ടിയല്ലെന്ന്. നിങ്ങൾ സ്നേഹിച്ച് എനിക്ക് ഇത് തന്നെ വേണം. ഇതിപ്പോ എന്തു പറഞ്ഞാലും നേരെ എനിക്ക് തന്നെയായല്ലോ. സ്വയം പറഞ്ഞ തലക്ക് കൈവച്ചു. എന്താടാ ഇവിടെ? ഇന്ന് നിനക്ക് ജോലിക്ക് പോകണ്ടേ? കാവ്യക്കുള്ള ജ്യൂസായിട്ട് റൂമിലേക്ക് വന്ന അമ്മ അവനെ കണ്ട് ചോദിച്ചു. ഞാൻ ഏട്ടനോട് പറയാമേ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ.
ഏട്ടനിതൊന്നും കേൾക്കുന്നില്ല. കാവ്യ പറഞ്ഞു. ആദ്യം അവളെ ഞെട്ടി നോക്കി. എന്നെ ഈ അവസ്ഥയിലാക്കി ഏട്ടൻ പോയാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ എന്നെ കാണാൻ വന്നാൽ പോലും ഞാൻ വരില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമില്ല. ഏയ് അങ്ങനെ പറയരുത്. നീ എനിക്ക് ജീവനാടി. നിനക്ക് വേണ്ടി ഞാൻ എവിടേക്കും പോകില്ല. കൂടെ തന്നെ കാണും. ഗുഡ് ബൈ. ആദ്യം കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞു ഓർത്തുകൊണ്ട് അവളെ നോക്കി. അമ്മേ ഞാനല്ല ഇവളാ. ആദ്യം പറയാമെന്നോ കാവ്യനെ തുറച്ചു നോക്കി. എഴുന്നേറ്റ് പോടാ. മര്യാദക്ക് ജോലിക്ക് പോവാൻ നോക്ക്. ഇവളെ നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴിവിടെ ഇരിക്കാൻ നിന്നാലേ നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ നീ എന്ത് ചെയ്യും? അന്ന് ലീവ് എടുത്തില്ലെങ്കിൽ നോക്കിക്കോ ഏട്ടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് കഴിയട്ടെ. അതും പറഞ്ഞ് അവൻ പല്ലടിച്ച് എഴുന്നേറ്റ് പോയതും അമ്മ അവൾക്ക് ജ്യൂസും കൊടുത്ത് പോയി. റൂമിലിരുന്ന് ബോറടിച്ചോ അവളും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ലച്ചുവും കാവ്യയും പ്രിയയും കൂടിയാണ് ക്ലാസ്സിന് പോവാറ്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു വന്നതും സുമതിയും പ്രസാദൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അവരെ കണ്ടതും ലച്ചു ചിരിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എപ്പോ വന്നാ അമ്മേ? അവൾ പതിയെ അമ്മയുടെ അടുത്ത് നിന്ന് ചോദിച്ചു. ഉച്ചക്ക് വന്ന നാളെ പോകുന്നുള്ളൂ എന്നാ പറഞ്ഞ്. മോള് വാ. അതും പറഞ്ഞ് പല്ലവി അവളെയും കൂടി കിച്ചണിലേക്ക് പോയി. വന്നപ്പോൾ മുതൽ ഓരോന്ന് പറയാൻ തുടങ്ങിയതാ. മോൾക്ക് ഇഷ്ടാവാത്ത എന്തെങ്കിലും കേട്ടാൽ മൈൻഡ് ചെയ്യണ്ട. സുമയെ നിനക്കറിയാലോ. നന്ദു അറിഞ്ഞാൽ അവന് ദേഷ്യമാവും. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പിന്നെ കാവ്യക്കത് മനസ്സിന് ദുഃഖമാവും. അമ്മ പറഞ്ഞു. അവൾ മനസ്സിലാവാതെ നിന്നു. അതിന് മാത്രം എന്താ അമ്മേ പ്രശ്നം? അത് പിന്നെ മോളെ നീ എന്തിനാ പറയാൻ ബുദ്ധിമുട്ടെന്ന് അവളോട് ചോദിക്കും. അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സുമതി അവിടേക്ക് വന്ന് ചോദിച്ചു. ലച്ചു കേട്ട് തരിച്ചു നിന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലേ ആയുള്ളൂ. സമയം ഇനിയുണ്ടല്ലോ. ആർക്കും ഇഷ്ടമുള്ളപ്പോൾ ആയിക്കോട്ടെ. നീ വെറുതെ ഇരിക്കേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ കൊച്ചിന്റെ കാര്യം നമുക്ക് നോക്കണ്ടേ? നന്ദുവിന് കുഴപ്പമൊന്നും കാണില്ല. ഇവളൊരു ഡോക്ടറെ കാണിക്കണം. അപ്പം അറിയാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല സുമേ. നീ വെറുതെ ഇരിക്കേ. അവൾക്കൊരു കുഴപ്പമില്ല. അത് കാണിച്ചാലല്ലേ അറിയൂ. സുമതി വിട്ടുകൊടുക്കാൻ പാവില്ലാതെ പറഞ്ഞു. ആൻറ്റി, വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്നവർ ഒരുപാടുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ കുറച്ചല്ലേ ആയുള്ളൂ. അത് കൊള്ളാം. അപ്പം എൻ്റെ മോള് കാവ്യം? സുമതി ചോദിച്ചു. ലച്ചു ഒന്നും പറയാനാവാൻ നിന്നു. ആൻറ്റിക്ക് ആൻറ്റിയുടെ മോളുടെ കാര്യം നോക്കിയാൽ പോരെ? ചേച്ചിയുടെ കാര്യം അറിയുന്നെന്തിനാ? അത് കേട്ട് വന്ന ആര്യ ചോദിച്ചു. ഒരു കുടുംബം കണക്കി നമ്മൾ താമസിക്കുമ്പോൾ എൻ്റെ നിൻ്റെ ഒന്നും ഇല്ല എനിക്ക്. നന്ദുവിൻ്റെ കാര്യം ഞാൻ ചോദിച്ചോളൂ. എൻ്റെ കാര്യം എന്താ ആൻറ്റിക്ക് അറിയേണ്ടത്? അത് എന്നോടല്ലേ ചോദിക്കേണ്ടത്? പെട്ടെന്ന് ആനന്ദിന്റെ ശബ്ദം കേട്ട സുമതി ഞെട്ടി. അവനൊന്നും കേട്ടില്ലെന്ന് കണ്ടതും സുമതി പറഞ്ഞു. അതുപോലെ ഞങ്ങൾ വെറുതെ എന്നല്ല ഏട്ടാ. ആര്യ ചേച്ചിയെ കുറ്റപ്പെടുത്താൻ വന്ന. കാവ്യക്ക് കുഞ്ഞുണ്ടായി. ചേച്ചിക്കുണ്ടാവാത്ത എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണോ എന്ന് ഡോക്ടറെ വരെ കാണിക്കാൻ പറഞ്ഞു ആൻറ്റി. ആര്യ പറഞ്ഞു. സുമതി ഞെട്ടി ആനന്ദിനെ നോക്കി. അവനത് കേട്ടതും ദേഷ്യത്തിൽ അവരെ നോക്കി. അമ്മ അവനെ നോക്കി വേണ്ടെന്ന് കാണിച്ചതും അവൻ ലച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു. ജീവിതം ഞങ്ങളുടെയാ. ഞങ്ങൾക്ക് കുഞ്ഞ് എപ്പോൾ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അവിടെ നിങ്ങളുടെ അഭിപ്രായത്തിന്റെ ആവശ്യമില്ല. കുഞ്ഞിന് ജന്മം നൽകേണ്ട ഇവളാ. മനസ്സും ശരീരം ഒരുപോലെ അത് ആഗ്രഹിക്കുമ്പോൾ എന്ത് വേണമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല. മേലിൽ ഞങ്ങളുടെ കാര്യത്തിൽ തലയിടരുത്. ആനന്ദാവും പറഞ്ഞ് ലച്ചുവിനെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി. അത് കണ്ടതും അച്ഛനും കാവ്യയും പ്രസാദും ഒന്നും മനസ്സിലാവാതെ അവർ പോകുന്നത് നോക്കി. സുമതിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്ന ഓർത്ത് നിൽക്കുകയാണ്. എന്താ മോളെ, നന്ദു എന്താ അങ്ങനെ പോയത്? അച്ഛൻ ചോദിച്ചത് സുമതി ഞെട്ടി. അവരെ നോക്കിക്കൊണ്ട് തന്നെ ആര്യെല്ലാം പറഞ്ഞു. പ്രസാദ് അവരെ ദേഷ്യത്തിൽ നോക്കി. എത്ര പറഞ്ഞാലും നീ നന്നാവില്ല അല്ലേ? നമുക്കിറങ്ങാം. നമ്മൾ കുറച്ചല്ലേ ആയുള്ളൂ വന്നിട്ട്. പോവുകയാണോ അച്ഛാ? കാവ്യ വിഷമത്തോടെ ചോദിച്ചു. നിന്റെ അമ്മയ്ക്ക് എല്ലാവരെയും സമാധാനം കളയുന്ന ഇഷ്ടം. അതുകൊണ്ട് ഇനി നിന്ന മോളുടെ മനസ്സിനെ വേദനിക്കും. അച്ഛന് കാണാൻ തോന്നുമ്പോൾ അച്ഛൻ നനച്ചു വരാം. അതാ നല്ലത്. അതും പറഞ്ഞ് പ്രസാദ് ഇറങ്ങിയതും സുമതി ഒന്നും പറയാനാവാതെ കാവ്യയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിറങ്ങി. പ്രിയയും അവർക്കൊപ്പം പോയി. കാവ്യ നേരെ ലച്ചുവിന്റെ റൂമിലേക്കാണ് പോയത്. അവര് പറയുന്ന കേട്ടുക നിനക്ക് പ്രതികരിച്ചാൽ എന്താ? ഞാൻ പറഞ്ഞ ഏട്ടാ, ആന്റി കേൾക്കണ്ടേ? എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കൂടി ഏട്ടൻ പറഞ്ഞല്ലോ. ചേച്ചി. കാവ്യ അവിടേക്ക് വന്നു ലച്ചുവോടെ നോക്കി. അമ്മ പറഞ്ഞ ഞാൻ ചേച്ചിയോട് സോറി പറയാട്ടോ. അതും പറഞ്ഞവൾ ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു. എന്തിനാ? എനിക്കതിൽ വിഷമമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. അത് മനസ്സിലാവുന്ന നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നീ ചെന്ന് റെസ്റ്റ് എടുക്കുക. ഇതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ലച്ചു സ്നേഹത്തോടെ പറഞ്ഞു. കാവ്യ സമ്മതിച്ചുകൊണ്ട് പോയി. ഏട്ടനെന്തിനെ വീർപ്പിച്ചേറ്റ് നിൽക്കുന്നേ? കാവ്യ പ്രഗ്നന്റ് ആയപ്പോ ആന്റി സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. അതിനിങ്ങനെ മുഖം വീർപ്പിച്ചൊക്കെയല്ലേ ഏട്ടാ? അവൻ പറഞ്ഞു. ലച്ചു അവന്റെ താടിൽ പിടിച്ചു വലിച്ചു. അവനിലേക്ക് ചേർത്ത് നിർത്തി. സാറില്ല, പോട്ടെ. അവനവളെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും ആഗ്രഹം തോന്നി തുടങ്ങിയേട്ടാ, ഒരു കുഞ്ഞിനെ വേണമെന്ന്. ലച്ചു നാണത്തോടെ പറഞ്ഞു. അവനവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി. എനിക്കും. അതും പറഞ്ഞ് അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി അവൻ നീങ്ങി. അത് കണ്ടതും അവൾ കണ്ണുകൾ അടച്ചു പിടിച്ച് നിന്നു. ചുണ്ടുകൾ തമ്മിൽ കോർത്തതും ലച്ചു അവനെ പെട്ടെന്ന് തള്ളിമാറ്റാൻ നോക്കിയതും അതേ വേഗത്തിൽ തന്നെ അവളിലേക്ക് വീണ്ടും അവൻ അടുത്തു. എതിർപ്പുകൾ മാറി ഇരുവരും അതിൽ അലിഞ്ഞു ചേർന്നും രണ്ടുപേരും അവരുടേതായ ലോകത്തിലേക്ക് പോയി. ആൻസിയുടെ അമ്മയെ റൂമിലേക്ക് മാറ്റിയതും ലച്ചു ആനന്ദും അമ്മയും കൂടെ അവരെ പോയി കണ്ടു. ആൾക്കിപ്പോ ഭേദമായിട്ടുണ്ട്. നെറ്റിയിലൊരു കെട്ടും കയ്യിലൊരു ഒടിവുമുണ്ട്. ഇനിയെങ്കിലും നടക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം. അമ്മ അവരുടെ അടുത്തായിരുന്നുകൊണ്ട് പറഞ്ഞു.
എന്ത് ചെയ്യാനാ, സമയം ശരിയല്ലായിരുന്നു. എൻ്റെ മോള് ഞാൻ കാരണം കുറേ വിഷമിച്ചു. ഇവളെ ഓർത്ത് മാത്രമേ എനിക്ക് വിഷമമുള്ളായിരുന്നു. ഞാൻ കൂടി ഇല്ലാതായ ഒരു ആവശ്യം വന്നാൽ ഓടി വരാൻ ആരും ഇല്ലല്ലോ എന്ന് ഓർത്ത്. അതും പറഞ്ഞ് അവർ കണ്ണുടച്ചു. കൂട്ടിന് ആളെ കിട്ടിയാ എന്തെങ്കിലും പറഞ്ഞു കഴിയുന്ന അമ്മയ്ക്ക് ശീല. ആൻറ്റി ഇരിക്കെ, ഞാനിപ്പോൾ വരാം. ആരുടെ വിഷമം കാണാനാവാതെ ആൻസി പുറത്തേക്ക് ഇറങ്ങി. അമ്മയും അവരും ആനന്ദിൽ വെച്ച് ഓരോന്നും പറഞ്ഞിരുന്നു. ആൻസിയെ കാണാൻ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. റൂമിന് പുറത്ത് ചെയറിലിരിക്കുകയായിരുന്നു അവൾ. തനിച്ചിവിടെ വന്നിരിക്കുകയാണോ? ഞാൻ അടുത്ത് നിൽക്കുമ്പോഴാണ് ആരെങ്കിലും വരുമ്പോൾ മമ്മിക്ക് ഇത്ര സങ്കടം പറച്ചില്ലേ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.